കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമം. ലഹരി വിരുദ്ധ സമിതി അംഗത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കട്ടിപ്പാറ സ്വദേശി മുഹമ്മദിന് മർദ്ദനമേറ്റു. അതിൽ ഇവർ 2-3 കൂടി വന്നുകാണ്ട് എന്നെ അടിക്കുകയും പിന്നെ കത്രി കണ്ടവരെ കയ്യിൽ അതിനോട് കുത്താൻ നോക്കിയെല്ലാം കൂടി ചെയ്തതാണ്. കല്ലെടുത്ത് കുത്തി അങ്ങനെല്ലാം കൂടി എന്നെ അടിച്ചാൽ തള്ളിയിട്ടതാണ്. പിന്നെ ഈ ലഹരി വിമുക്ത ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഞങ്ങളവിടെ പഞ്ചായത്തിൻ്റെ തലത്തിൽ. അപ്പോൾ അതിലൊരു മെമ്പറാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി തടയലുണ്ട്. അവിടെ റോഡുമേൽ രാത്രി ഇരുന്നങ്ങാണ്ട് വരുന്ന നോക്കലുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ഇപ്പോൾ ഞങ്ങൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്, പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് അതിൻ്റെ വൈരാഗ്യമായിട്ട് എന്നോട് ചെയ്തതാണ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് സമീർ സി മുഹമ്മദാണ്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ലഹരി മാഫിയ പൊതുവായി അത് തുറന്ന യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പലയിടത്തും. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരുമ്പോൾ അതിനെതിരെ അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നു. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ താമരശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ ലഹരി വിരുദ്ധ സമിതി അംഗമായിട്ടുള്ള കട്ടിപ്പാറ സ്വദേശിയുള്ള മുഹമ്മദിനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം ഈ ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയതായിരുന്നു. കഴിഞ്ഞ 26-ാം തീയതി ഈ ലഹരി മാഫിയ സംഘത്തിലെ അംഗമായിട്ടുള്ള പ്രമോദിൻ്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടക്കുന്നതായി പോലീസിന് വിവരം ഇവർ നൽകിയിരുന്നു. അതിനടിസ്ഥാനത്തിൽ പ്രമോദിൻ്റെ വീട്ടിലെത്തിക്കൊണ്ട് പരിശോധന നടത്തുകയും പ്രമോദ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തിറങ്ങിയ ശേഷം പ്രമോദ് പലതവണ ഇവരെ വിളിച്ച് ഫോണിൽ വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു. നീ വരുന്നുണ്ട്, കരുതിയിരുന്നോ എന്നായിരുന്നു ആ സന്ദേശം. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ വീണ്ടും 28-ാം തീയതി പരാതി നൽകുകയും ചെയ്തു. അതിന് പിറകെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 3 പേർ ചേർന്നുകൊണ്ടാണ് മുഹമ്മദിനെ മർദ്ദിച്ചിരിക്കുന്നത്. മുഹമ്മദിനെ നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംഘത്തിലെ ഒരാളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. കെ ലിജേഷ് എന്ന ലഹരി മാഫിയ സംഘത്തിലെ ഒരാളെയാണ് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 പേർക്കായി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ സി മുഹമ്മദ്.